ഹലോ ഗൈസ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇറച്ചി ചിക്കൻ ഇതൊക്കെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് പച്ചമുളക്, ഇഞ്ചി, വേപ്പില ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് സൂപ്പർ സിമി എന്നാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ചെയ്ത ആളുകൾ ചെയ്യണ്ട, ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് കൊടുക്കുക, ബെല്ല് കൊടുക്കുക, ഹോൾ കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോയിലേക്ക് വായോ. വള്ളികളൊക്കെ ഇങ്ങനെ മുകളിലേക്ക് കയറി പോയേക്കുവാണ്. അപ്പം ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് അടിയിൽ നിന്ന് കൊടുക്കും. അതൊക്കെ കട്ട് ചെയ്ത് നിർത്തും. നല്ല ഭംഗിയിൽ തന്നെ ഉണ്ടായി തൂങ്ങി കിടക്കുവാണ്, വളർന്ന് വലുതായിട്ട്. നമുക്ക് മുളക് പറിക്കാൻ പോവാം. ഉണ്ടോ, മുളകൊക്കെ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്ന കണ്ടോ, ഒക്കെ പഴുത്ത് നിൽക്കുവാണ്. ഒക്കെ പഴുത്ത് നിൽക്കുവാണ് കണ്ടോ. കണ്ടോ, ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുളക് പറിച്ച് കൂട്ടി വെക്കും. എന്നിട്ട് എന്താ അവിടെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറിച്ച് കൂട്ടി വെക്കും.
അമ്മ അത് മറിഞ്ഞു. ഇങ്ങനെ കൈ കൊണ്ട് കുറച്ച് എളുപ്പം കാണിക്കാൻ സുഖമായിരുന്നു അല്ലേ. ഞാൻ കത്രിക കൊണ്ട് കട്ട് ചെയ്യാൻ നിന്നിട്ടാണ് ക്യാമറ പിടിക്കണം, കത്രിക നോക്കണം, എല്ലാം കൂടി ബുദ്ധിമുട്ടായിരുന്നു. കൈ കൊണ്ട് കുറച്ചപ്പോൾ ക്യാമറ കറക്റ്റായിട്ട് കിട്ടി. നമുക്ക് ആവശ്യത്തിനുള്ള മുളക് നമുക്ക് കിട്ടും. ഈ മതലിൽ ഇങ്ങനെ വെച്ചാൽ മതി, നിറച്ച് കണ്ടോ വച്ചിരിക്കുന്നത്. എന്താ ഇതിലിങ്ങനെ നിരത്തി വെച്ചേക്കുവാണ്. അതെല്ലാകുമ്പോൾ നല്ല വെയിലും കിട്ടും, മുളകും തൈക്ക് ഒരു കേടും വരില്ല. ഞാനിപ്പോൾ ഒത്തിരി പ്രാവശ്യം ഇതിൽ നിന്ന് മുളക് എടുക്കുന്നത് കണ്ടോ. നമുക്ക് ഇത്രയും മുളക് ഇട്ടിട്ടുണ്ട്, കാന്താരി മുളകും ഒക്കെ പറിച്ചിട്ടുണ്ട്. കണ്ടോ മുളകൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറച്ചി മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതിലിടാം. കണ്ടോ ഇപ്പോൾ ശനിയാഴ്ച ആണല്ലോ, ശനിയാഴ്ച ഇറച്ചി കൊണ്ടുവരും, ശനി ഞായർ കൊണ്ടുവരും. അപ്പോൾ ഈ ഇറച്ചിയിൽ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇടുന്ന നിർബന്ധമില്ല, പച്ചമുളക് ചേർക്കുന്നുണ്ട്. പച്ചമുളക്, ഇഞ്ചി, വേപ്പില ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത്, ഇന്നിപ്പം വേറെ കറി ഇരിക്കുന്നതുകൊണ്ട് ഞാനിത് ഇന്ന് പുഴുങ്ങുന്നില്ല. ഇന്ന് ഇതെല്ലാം കൂടി പുരട്ടി ഫ്രിഡ്ജിൽ വെക്കാൻ പോവാം. അപ്പം പുഴുങ്ങാൻ നേരത്ത് ഇത് നേരെ എടുത്ത് പുഴുങ്ങിയത്, അപ്പോഴേക്കും ഇതിൻ്റെ എരിവും പുളിയും ഒക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ടാവും. എല്ലായിടത്തും വള്ളി പോലത്തെ സാധനം പടർന്നേറി. മഴ കഴിഞ്ഞ് പിന്നെ ഇനി ഇവിടെയൊക്കെ ഒന്ന് വെട്ടി നീറ്റാക്കുന്നുണ്ട്. ഇഞ്ചികൾ ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ മുള വരാനായിട്ടുള്ളതൊക്കെ ഇങ്ങനെ വീണ്ടും മൂടി കൊടുക്കണം. ഇവിടെയൊക്കെ ഇഞ്ചി പിടിച്ചിട്ടുണ്ട്. ഈ വള്ളിയൊക്കെ ഇങ്ങനെ ഓരോന്ന് പറിക്കാൻ വരുമ്പോൾ ഓരോന്നിനെ ഇങ്ങനെ ഒഴിവാക്കും. ചെറിയൊരു കഷ്ണം ഇതിൽ നിന്ന് തന്നെ എടുക്കണം. ഇഞ്ചിയിൽ നിന്ന് ഒരു കഷ്ണങ്ങൾ തിരിച്ച് കുഴിച്ചിട്ടാൽ മതി, നിറച്ച് കിട്ടും. നമുക്കിങ്ങനെ പാളി പോലെ ഇഞ്ചിയും മഞ്ഞളും അങ്ങനെ തന്നെയാണ്, നിറച്ച് കിട്ടും. നമ്മുടെ ഇവിടെ ഉണ്ടായ ഇഞ്ചി ആകുമ്പോഴത്തേക്കും നമുക്ക് വേഗം ചെന്നങ്ങ് പറിച്ച് നല്ല ഫ്രഷായിട്ട് തന്നെ ഇടാം. പിന്നെ ഉപ്പുമുളകും ഇത് ഇഞ്ചി, പച്ചമുളക്, വേപ്പില എല്ലാം കൂടി പുരട്ടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ് പുഴുങ്ങാനായിട്ടും. പകുതിപ്പണി കഴിഞ്ഞ് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള പണികളൊക്കെ നമുക്ക് ചെയ്ത് പണികൾ എളുപ്പമാക്കാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ചില ആളുകൾക്ക് ഫ്രഷായിട്ടെന്ന് പറഞ്ഞിട്ട് എല്ലാം ഫ്രഷ് തന്നെയാണ്. നമുക്ക് ഓരോന്ന് ചെയ്ത് എന്നാൽ ഇതനുസരിച്ചല്ലേ ഓരോന്ന് ചെയ്യാവുന്ന ആവശ്യമുള്ളൂ. കിട്ടുന്നതനുസരിച്ച് നശിച്ചു പോകാതെ സൂക്ഷിക്കാൻ പെട്ടെന്ന് പുഴുങ്ങി വെച്ച് എല്ലാം പിടിപിടിക്കുന്ന ആവശ്യത്തിന്. ഇപ്പം മീൻ കറിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇനിയിപ്പം
ഇതിങ്ങനെ ഇരിക്കട്ടെ. അപ്പം നാളെ എളുപ്പം വേഗം കുക്കറിലിട്ട് പുഴുങ്ങാൻ. വേറെ ഇഞ്ചി അന്വേഷിക്കാനോ മുളക് അന്വേഷിക്കാനോ ഒന്നും പോകണ്ട. നേരെ അങ്ങോട്ട് കുക്കറിലിടുക, വേവിക്കുക, താളിക്കുക. ആ വേവണ നേരം കൊണ്ട് താളിക്കാനുള്ള സാധനങ്ങളത്തെ പണി തീർന്നു. കണ്ടോ? ഇതെല്ലാം കൂടി ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് ചേർത്തങ്ങ് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. വെറുതെ പച്ചിറച്ചി ഫ്രിഡ്ജിൽ വെക്കണേലും നല്ലത് ഇങ്ങനെ വെക്കണതാണ് കേട്ടോ. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അതുപോലെ പുതിയതായിട്ട് കുക്കിങ്ങൊക്കെ അറിയാത്ത കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ എല്ലാവർക്കും ഭയങ്കര തിരക്കുള്ള കാലമാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തെ പോലെയല്ല ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു വീടൊക്കെ വിട്ട് ഹോസ്റ്റലിലും സെൽഫ് കുക്കിങ്ങും ഒക്കെ ആയിട്ട് കഴിയുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെയുള്ള അറിവുകളൊക്കെ കിട്ടുന്നത് നല്ലതാണ് കേട്ടോ. ഇത് നേരെ അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം.